أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء والأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور. صدق الله العلي العظيم. അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി അത് ലക്ഷ്യം വെച്ച് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ വളരെ ഗൗരവമുള്ള കൽപ്പനകൾക്ക് അതീവ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ പോകുവാനും, എന്നാൽ അത്രത്തോളം ഗൗരവമില്ലാത്ത കാര്യങ്ങൾക്ക് അതിനുശേഷം പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ്. പല ആളുകളും അടിസ്ഥാന കാര്യങ്ങളിൽ അള്ളാഹു നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്ന, യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ അത് അവഗണിച്ച് തള്ളുകയും പ്രായോഗിക ജീവിതത്തിൽ പ്രത്യേകിച്ച് അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ പോവുകയും, എന്നാൽ അത്ര ഗൗരവമുള്ളതല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണത, അത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് പ്രതികരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് കാലഘട്ടം നമ്മോട് തേടിക്കൊണ്ടിരിക്കുന്ന ഗൗരവം നിറഞ്ഞ പ്രവർത്തനങ്ങളെ സന്ദർഭോചിതമായി ഞാനുമായി ബന്ധപ്പെട്ട സകലരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നിർബന്ധമായ ബാധ്യതയാണ്. നമുക്കറിയാം, അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ 4 നിബന്ധനകൾ, പ്രത്യേകിച്ച് ഒരുപാട് നിബന്ധനകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ മാത്രമേ അള്ളാഹു അമലു സ്വാലിഹാത്തിന്റെ കൂട്ടത്തിൽ രേഖപ്പെടുത്തി നാളെ പരലോകത്ത്, എന്നെന്നും നിലനിൽക്കുന്ന ലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ്. അള്ളാഹു പറഞ്ഞത് പ്രകാരം തന്നെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തെങ്കിൽ, ആ നിബന്ധന പാലിച്ചെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ അമലു സ്വാലിഹാത്തായ ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഹക്ക തുഖാത്തിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ നിബന്ധനകളിൽ രണ്ടാമത്തത് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചിരിക്കണം ഏതൊരു കർമ്മവും. അവിടെ വേറെ പങ്ക് ചേർക്കപ്പെടാൻ പാടില്ല. അള്ളാഹു മാത്രമായിരിക്കണം അതിന്റെ പ്രചോദനം, അള്ളാഹു മാത്രമായിരിക്കണം ആത്യന്തികമായി അതിന്റെ ലക്ഷ്യം. അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല അള്ളാഹു ഒഴികെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഇലാഹാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അതേപോലെ തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സകല കാര്യങ്ങളും ചെയ്യുക. അത് കൃത്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മറ്റ് ഇബാദത്തുകളൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നത്.
അതുപോലെ തന്നെ മൂന്നാമത്തെ നിബന്ധനയാണ് അമലുസ്വാലിഹാത്തായി അള്ളാഹു പരിഗണിക്കണമെങ്കിൽ ഹിക്മത്തോടുകൂടി, അതായത് സന്ദർഭോചിതം കാര്യങ്ങൾ ചെയ്യുക, അവസരോചിതം കാര്യങ്ങൾ ചെയ്യുക. സമയം കഴിഞ്ഞിട്ട് പ്രസക്തി കോടതി പിരിഞ്ഞിട്ട് വാദിച്ചത് കൊണ്ട് കാര്യമില്ല എന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് കിതാബ് വൽ ഹിക്മ, കിതാബ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരാ, അതിനോടുകൂടെ ഹിക്മത്ത് കൂടി ചേർക്കണം. സന്ദർഭോചിതവും അതേപോലെ അവസരോചിതവുമായ പ്രവർത്തനങ്ങളായിരിക്കണം. അതെല്ലാത്തിനും ബാധകമാണ്. അതുപോലെ തന്നെ നാലാമത്തെ നിബന്ധനയായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആത്യന്തിക ലക്ഷ്യം, പ്രതിഫലം പരലോകത്ത് വെച്ചിട്ടായിരിക്കണം പ്രതീക്ഷിക്കുന്നത്. ഇഹലോകത്തെ പ്രതിഫലം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത്. പ്രതിഫലം ഇച്ഛിക്കുന്നത് പരലോകത്തായിരിക്കണം. യഥാർത്ഥ പ്രതിഫലം ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവായി പോയാൽ ആ കർമ്മത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കിയാൽ കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ അനുസരണം മാത്രം ഒഴിവായി ബാക്കിയൊക്കെ കൃത്യമായാൽ അത് യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുകയില്ല. അത് അള്ളാഹുവിനെ, ബാക്കിയൊക്കെ നിബന്ധന, പക്ഷെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല കർമ്മം ചെയ്തത് എങ്കിൽ അതിൽ പലരുടെയും പങ്കാളിത്തം, അതിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് ഇസ്ലാമികമായിട്ട് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ ആയി തീരുകയും അവസാനം അള്ളാഹു ഒന്നുമല്ലാതെ, ലക്ഷ്യമല്ലാതെയായി മാറുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. അതേപോലെ തോന്നിയതുപോലെ തോന്നുമ്പം ബാക്കിയൊക്കെ കൃത്യമാണ്, പക്ഷെ ഹിക്മത്ത് നോക്കിയിട്ടല്ല, സന്ദർഭം നോക്കിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ പിണയുകയും വിപരീത ഫലം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിന് ഉണ്ടാവും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പരലോകം മാത്രമല്ല ലക്ഷ്യമെങ്കിൽ അയാൾ അങ്ങനെ തന്നെ ആയി തീരുകയും പരലോകം ലക്ഷ്യമല്ലാത്തവനായി മാറുകയും അവസാനം യഥാവിധം അതിന്റെ പ്രതിഫലനം കിട്ടിയിട്ടില്ലെങ്കിൽ കടുത്ത നിരാശയ്ക്ക് വിധേയപ്പെട്ട് ആത്മഹത്യ വരെ ചെയ്ത ആളുകൾ എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാൾ വലിയ പ്രതീക്ഷ വെച്ച് വിജയിക്കുമെന്നൊക്കെ, പക്ഷേ നിരാശ, പരാജയം, അവസാനം കടുത്ത നിരാശയിലേക്ക് പോയി ആത്മഹത്യ ചെയ്ത ആളുകൾ. അപ്പൊ ഇതൊക്കെ ഈ നിബന്ധനകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നത് ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. ഇന്ന് അടിസ്ഥാന കൽപ്പനകളിൽ തന്നെ ഇത്തരം നിബന്ധനകൾ പാലിക്കാതെയാണ് പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള മുസ്ലിം സമൂഹം, ലോകത്തുടനീളമുള്ള മുസ്ലിം സമൂഹങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ് സംഘടിതമായ ഇസ്ലാമിക പ്രവർത്തനം നടത്തിയിരിക്കണം. അത് ഐച്ഛികമായ ഒരു കാര്യമല്ല, ഫർള് ഐനാണ്. അത് ഫർള് കിഫാ പോലുമല്ല. ഏതെങ്കിലും ഒരു കൂട്ടർ ഇസ്ലാമികമായി സംഘടിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആളുകളും അങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ പറ്റിയ ഫർള് കിഫാ പോലുമല്ല. ആരാണോ സംഘടിത സംവിധാനത്തിൽ അണിചേർന്ന് ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അയാൾ രക്ഷപ്പെടും. അതിന് സാധ്യമല്ലാത്ത ഒരവസ്ഥ, സാധ്യമല്ലാത്ത ഏതൊരു കാര്യത്തിന് ഇളവുണ്ട്. ഒരു നിലക്കും സാധിക്കാത്ത ഒരാൾക്ക് അത് എല്ലാ കാര്യത്തിലുമുള്ള ഇളവാണ്. അള്ളാഹു ഒരുപക്ഷെ അത് വിട്ടുപോയി. അത് അവരെ കുറിച്ചല്ല പറയുന്നു, നേരെ മറിച്ച് ശ്രമിച്ചാൽ സാധിക്കും, എല്ലാ അർത്ഥത്തിലും സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും സംഘടിത സംവിധാനത്തിലൂടെ കാര്യങ്ങൾ, ഇസ്ലാമിക പ്രവർത്തനം പ്രത്യേകിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ ആഴ്ചകളിൽ ഉടനീളമുള്ള കൽപ്പന പ്രകാരം തന്നെ തെറ്റായ ഒരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ, അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ട അവസ്ഥയിലല്ലാതെ മരിച്ചു പോകരുത് എന്ന് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നതാണ്. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ സംഘടിച്ച് അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കണം. അപ്പോഴേ അത് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ സംഘടിത സംവിധാനം എന്ന് പറയുന്നത് ഇന്ന് പല ആളുകളെയും കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളെ നിങ്ങൾ ഇറങ്ങി ചില ഫീൽഡ് വർക്ക്, ഇസ്ലാമിന്റെ മാർഗത്തിലെ ചില ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ രസകരമായ കാഴ്ചകൾ, സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ചില ആളുകളുടെ സംസാരമാണ്. എനിക്ക് ഒരു സംഘടനയായിട്ടും ബന്ധമില്ല, ഞാൻ എല്ലാ സംഘടനകളായിട്ടും സമദൂരം പാലിക്കുന്ന ഒരാളാണ്. കേട്ടുകഴിഞ്ഞാൽ വളരെ എന്തൊരു രസകരമായിട്ട് നമുക്കൊരു വലിയൊരു അഭിമാനബോധത്തോടു കൂടി പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇസ്ലാമിന്റെ
അടിത്തറയിൽ നിന്ന് നോക്കുമ്പോൾ എത്ര വട്ടപൂജ്യമാണ് അയാളെന്ന് ഇസ്ലാമികമായി പ്രാഥമികമായ പഠനം നടത്തിയാൽ തന്നെ സംഘടിതമായ സംവിധാനത്തിൽ ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തവന്റെ അവസ്ഥ, ആ സംഘടനയിലേക്ക് പൂർണ്ണമായി കയറി വരുന്ന ഒരു അവസ്ഥ ഇല്ലാത്തവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു മുസ്ലിമായിട്ടില്ലാതെ മരിക്കരുത്, മരിക്കണമെങ്കിൽ നിങ്ങൾ സംഘടിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. ഈ സർവമത സത്യവാദം പോലെയാണ് ഈ വർത്തമാനം. ഞാൻ ഒരു സംഘടനയായിട്ടും എനിക്ക് ബന്ധമല്ല, ഞാൻ എല്ലാവരോടും സമദൂരമാണ് എന്ന് പറയുന്ന ആളുകൾ സർവമത സത്യവാദം പോലെയാണ്. സർവമത സത്യവാദം എത്ര അർത്ഥമില്ലാത്ത വർത്തമാനം. എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരേപോലെ സത്യമാണ് എന്ന് പറയുക എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ ഇമ്പമാണ്, നല്ലൊരു വർത്തമാനമാണല്ലോ അത്. അതാണ് ഏറ്റവും വലിയ വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയാണല്ലോ എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടാൽ നമുക്ക് പറയാൻ പറ്റും, തോന്നിപ്പോകും. കാരണം എല്ലാ മതങ്ങളും, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ അസിൽ, ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതും അള്ളാഹു ഇല്ല എന്ന് പറയണം, അള്ളാഹു ഒന്ന് മാത്രമാണ് എന്ന് പറയുന്ന മതവും അല്ല ഒരുപാട് അള്ളാഹുകൾ ഉണ്ട് എന്ന് പറയുന്ന മതവും എങ്ങനെ ഒരുപോലെ ആവാം? പരലോകത്ത് കൃത്യമായ വിചാരണയുണ്ട് ഓരോരോ കാര്യങ്ങൾക്കും എന്ന് 100% ഉറപ്പിച്ച് എല്ലാ കാര്യങ്ങളെ കുറിച്ച് വിചാരണയുണ്ട് എന്ന് പറയുന്ന മതവും അങ്ങനെ ഒരു വിചാരണയൊന്നുമില്ല, വല്ല പട്ടിയോ കഴുതയൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ തുടർന്ന് അങ്ങോട്ട് ജീവിക്കുമെന്ന് പറയുന്ന മതവും എങ്ങനെ സമമാവുക? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ നിഷിദ്ധമായ കാര്യങ്ങളും അതൊന്നും നിഷിദ്ധമല്ലാത്ത മതങ്ങളും അതൊന്നും നിഷിദ്ധമാക്കാത്ത മതങ്ങളും എങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പറയാണ് സർവമത സത്യവാദം, എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് പോലെ ഒരു വാദമാണ്. എനിക്ക് ഒരു സംഘടനയായിട്ടും ഒരു ബന്ധവുമില്ല, ഞാൻ എല്ലാ ബന്ധത്തും എല്ലാ സംഘടനയോടും സമദൂരമാണ് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ഊഹങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അധികം ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്, ഇത്തിബായ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്നുകളെയാണ്, ഊഹം. എന്താ ഇതിന് കുഴപ്പം? കേട്ടാൽ നല്ല രസമുള്ള ഊഹങ്ങൾ, സംസാരങ്ങൾ. പക്ഷേ അവരുടെ ഈ ഊഹമൊന്നും, അവരുടെ ഊഹവും ചിന്തയൊന്നും യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ഫലമായിട്ടൊരു സ്ഥാനവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരു ഫലവും ചെയ്യാൻ പോകുന്നില്ല. സത്യം അതല്ലല്ലോ. അവരിവനെ ഊഹിച്ച് കുറെ കൊണ്ടു നടന്നു, എല്ലാവരും ഒരുപാട് ആളുകൾ അങ്ങനെ ഊഹിക്കുന്നു, അത് ഭൂരിപക്ഷം ആളുകളും അങ്ങനെ ഊഹിക്കുന്നവരാണ് എന്ന് കരുതി സത്യം മറ്റതാണെങ്കിൽ അത് മറ്റ് യാതൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല. അധിക ഊഹങ്ങളുടെ സ്ഥിതി വളരെയധികം പരിതാപകരമാണ് എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേർമറിച്ച് അടിസ്ഥാനം ശരിയല്ലാത്ത സംഘടനകളുണ്ട്, സംഗതി ശരിയാണ്. 70 ചില്ലാനം സംഘങ്ങളാവും എന്ന് പ്രവാചകൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക അകത്ത് തന്നെ, ഇസ്ലാമിന്റെ പുറത്തെ കാര്യമല്ല പറയുന്നത്, ഇസ്ലാമിനകത്ത് തന്നെ 70 ചില്ലാനം, 70 പരം എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ 70 ചില്ലാനം സംഘങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം ഈ സംഘടനക്കകത്തുള്ളത്, സമുദായത്തിനകത്തുള്ളത്. അതിലേറെ ഉണ്ടല്ലോ അറ്റമില്ലാത്ത. പക്ഷേ അങ്ങനെയൊക്കെ ആവും, പലതിനും തകരാറുണ്ട് എന്ന് കരുതി ഈ സംഘടിത സംവിധാനം തന്നെ വേണ്ടതില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? വിശുദ്ധ ഖുർആനും സുന്നത്തും വെച്ച് പ്രവർത്തിക്കുന്ന, അതിനെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകൾ അതിൽ ശരിയായ പാതയിലായിരിക്കുമെന്നും പ്രവാചകൻ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഒന്നും എന്താണ് അത്? ഈ ഖുർആനും ഹദീസും പ്രകാരം അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സംഘം ഏതാണോ ആ അടിസ്ഥാനങ്ങൾ, ആ അർത്ഥത്തിലുള്ള സംഘടനകൾ എന്തായിരിക്കും? അത് അതിന്റെ ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനങ്ങൾ ശരിയല്ലാത്ത സംഘടനകൾ ഉണ്ട് എന്ന് വെച്ചിട്ട് സംഘടന തന്നെ വേണ്ട എന്ന് വെക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്, നമ്പര വിഡ്ഢിയാണ് അയാൾ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വസ്ത്രം ധരിക്കണം, വസ്ത്രത്തിനൊക്കെ തകരാറുണ്ട് എന്ന് കരുതി വസ്ത്രം വേണ്ടതില്ല എന്ന് വെക്കുന്ന ഒരുത്തനെ പോലെ ഉണ്ടാവും. എന്നിട്ട് ഉടിതിന് വിരിഞ്ഞ് അങ്ങനെ നടക്കുന്ന, എന്നിട്ട് അതൊരു വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത് പോലെ അത്ര അടിസ്ഥാനമാണ് സംഘടന എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാം ഇല്ലാതെ സംഘടിത പ്രവർത്തനത്തിലൂടെ അല്ലാതെ ഇസ്ലാം ഇല്ല എന്ന് പറയുമ്പോ അതിന്റെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തിയിട്ട് വേണം ബാക്കി അമലുകൾ ചെയ്യാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഷഹാദത്തുൽ ഹഖ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കും, നിങ്ങൾ
ഇതിന്റെ അസ്സലെന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹ് ഇങ്ങനെ തീവ്രത ഉള്ളതുകൊണ്ട് പറയാണോ? അല്ല. അതേപോലെ സംഘടനയുടെ പ്രവർത്തകർ, കുറച്ച് ആളുകൾ, ഇസ്ലാമിനോട് താല്പര്യമുള്ള ഒരു സംഘടന പ്രവർത്തകരായ ആളുകൾ, അവരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണോ സംഘടനയുടെ പ്രാധാന്യം, അതിലേക്ക് വിളിക്കലും വരലുമൊക്കെ? അല്ല, ഇതൊരു പ്രകൃതിയുടെ നിയമമാണ്. ഇതൊരു പ്രകൃതിയുടെ നിയമമാണ്. സംഘടിതമായിട്ടല്ലാതെ ഒരസത്യം പോലും, സത്യം മാത്രമല്ല ഒരസത്യം പോലും നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കുക സാധ്യമല്ല. സത്യമല്ലാത്ത കാര്യം പോലും നിങ്ങൾക്ക് അതിനെ വിജയിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പ്രകൃതിയുടെ നിയമമാണ്. സംഘടിച്ച് പണിയെടുക്കേണ്ടതുണ്ട്. സംഘടിച്ച് പണിയെടുത്താലേ അതിനെ വിജയിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സത്യത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതേ ഉള്ളൂ. നോക്ക് നിങ്ങൾ എത്രത്തോളം. ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസം എങ്ങനെ വിജയിച്ചത്? ഒരു വിഭാഗം ആളുകള് അതിന് രാപ്പകല് പണിയെടുത്ത് അധ്വാനിച്ച്, പരിപ്പുവടയും കട്ടൻ ചായയും എന്നൊക്കെ കേൾക്കാറുണ്ട് നമ്മൾ. കാരണം അതേ കിട്ടാൻ തിന്നാനുള്ളൂ, അതുകൊണ്ട് അതേ കിട്ടുകയുള്ളൂ എന്നതുകൊണ്ട് അത് കുടിച്ച് അത് കഴിച്ച് അങ്ങനെ അധ്വാനിച്ച് പണിയെടുത്തപ്പോഴാണ് അധികാരത്തിലും ലോകത്തിലതൊക്കെ എന്ത് ചെയ്തത്? വളർന്നു വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജനാധിപത്യം ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ജനാധിപത്യവാദികൾ വിജയിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് അത് സംഘടിച്ച് ടീം വർക്കോട് കൂടി അധ്വാനിച്ച് പണിയെടുത്തപ്പോഴാണ് അത് വിജയിക്കുന്നത്. ഏകാധിപത്യം വിജയിക്കുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെ ഏകാധിപത്യം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇറാൻ സംഭവത്തില് വളരെയധികം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് സൗദി ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശപ്പെട്ട. നോക്കൂ നിങ്ങൾ, ഇറാനില് ഒരു മഹാഭക്തിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറമാടൽ ചടങ്ങ് അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകളാണ് പോലും അതിൽ പങ്കെടുക്കുന്നത്. 2 കോടിയോളം ജനത ആ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ സൗദി ഭരണാധികാരികൾ അയച്ച പ്രതിനിധികൾ വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബദറുമായി ബന്ധപ്പെട്ട ഒരു സൂക്തം ഓതി എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്കെതിരെയാണ്, ഞങ്ങൾ അപമാനിക്കുകയാണ്, അതുവഴി ആ ആയത്ത് അവിടെ വെക്കുക വഴി അത് സംഭവിച്ചിരിക്കുന്നു പറഞ്ഞ് ഖുർആൻ കേട്ട് സമയന അത്തയന എന്ന് പറയേണ്ടതിന് പകരം അത് വലിയ പ്രശ്നമായി ഉന്നയിക്കുകയും എന്നിട്ട് ഇറാനെതിരെ കൂപ്പ് കൂട്ടിയിട്ട് അമേരിക്കയെ ഉൾപ്പെടെ ഇസ്രായേലിനെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ട് ആക്രമിക്കുവാനുള്ള ശ്രമം നടത്തിയ കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്താണ്? ഖുർആൻ കേട്ടിട്ട് സമയനാക്ക് പകരം രാജാധിപത്യം മരക്കിട്ടുറപ്പിക്കുവാൻ, ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും മരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി ശത്രുവിനോട് കൂടെ കൂടുന്ന ഈ ശത്രു 2 ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെയൊക്കെ തുടക്കങ്ങൾ, കാര്യങ്ങളൊക്കെ എന്നോ തുടങ്ങിയതാ. ആ അർത്ഥത്തിൽ ഏറ്റുമുട്ടലിൽ ഖുർആൻ കേട്ടിട്ട് അള്ളാഹുവിനോടും ദീനിനോടും ഖുർആനും അനുകൂലമായി അത് കേട്ടു എന്ന് പറയുന്നതിന് പകരം രാജാധിപത്യത്തിന് സംഘടിത സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകാധിപത്യവും അരക്കിട്ടുറപ്പിക്കണമെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണ് ചോദിച്ചാൽ, ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും രാജാധിപത്യവും ഫാസിസം, ഇന്ത്യൻ ഫാസിസം ഏറ്റവും വലിയ ഉദാഹരണമാണ്. 100 കൊല്ലമായി അരയും തലയും മുറുക്കി അവർ പണിയെടുത്തിട്ടാണ് ഫാസിസത്തെ അവർ അധികാരത്തിൽ എത്തിച്ചത്. ഇസ്ലാമിന് മാത്രം ഇതൊന്നും വേണ്ട, ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ആരാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചവന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോ ഇസ്ലാമിന് മാത്രം എല്ലാത്തിനും വേണ്ട ഒരു സംവിധാനം ഇസ്ലാമിന് വേണ്ടി വേണ്ടതില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സുന്നിയാണെന്ന് പറയുന്നു, സലഫിയാണെന്ന് പറയുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അങ്ങനെ നടക്കുക. സുന്നി എന്ന് പറഞ്ഞാൽ എന്താ ഈ സുന്നി? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതൊരു കാലഘട്ടത്തിലും ആ അഹ്ലുസ് സുന്നത്തിന്റെ അടിത്തറയിൽ നിന്നുള്ള ഒരു ജമാഅത്ത് രൂപപ്പെടുത്തുവാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്നവന്റെ പേരാണ് സുന്നി എന്ന് പറയുന്നത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നതാണ്. ഷിയാക്കളും സുന്നികളാണ്. ഷിയാക്കളായി എന്ന് കരുതി അവർ സുന്നികളാവാതിരിക്കുകയില്ല. അത് അന്നുണ്ടായ ഒരു പിളർപ്പിന്റെ അടിസ്ഥാനത്തിൽ അവരും ഷിയാക്കളുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇന്ന് അഹ്ലുസ് സുന്നത്തിന്റെ അടിത്തറയിലുള്ള ഒരു ജമാഅത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതെങ്ങനെ? അത് ആ അർത്ഥത്തിൽ. അതേപോലെ സലഫി എന്ന് പറയുന്നത് എന്താണ്? സലഫി എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയതുപോലെ അങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ഒരു സംഘടനാ ബന്ധമോ പ്രവർത്തന ബന്ധമോ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളും ഒന്നുമില്ലാതെ മൂപ്പര് സലഫി. എന്താ സലഫി എന്ന് പറഞ്ഞാൽ? സലഫി സ്വാലിഹുകളുടെ മാതൃക പിൻപറ്റിയവർ എന്നാണ് അതിന്റെ അർത്ഥം. അവരൊന്നും പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ലാതെ അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ സലഫ് സ്വാലിഹുകളുടെ കൂടെ എത്തുമെന്നതിന് എന്തടിസ്ഥാനമാണുള്ളത്?
അതുകൊണ്ട് ഇപ്പറഞ്ഞ സംഘടന, ഇതൊക്കെ സംഘടിത സംവിധാനത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കലും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പണിയെടുത്ത് അതിന്റെ പ്രവർത്തന മാർഗത്തിൽ പണിയെടുക്കലും അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് പറയുമ്പോ, എന്നിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇരുന്നിട്ട് നമ്മളെപ്പോഴോ നമസ്കരിച്ചിട്ട് അങ്ങനെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു സംഘടനയുമായിട്ടുമല്ല, ഞാൻ എല്ലാ സംഘടനകളുമായി സമദൂരമാണ് എന്ന് പറയുന്ന അർത്ഥത്തിലുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ മർമ്മവുമായി ബന്ധപ്പെട്ടവർക്ക് ബന്ധമില്ലാതെ, ഇസ്ലാമിന്റെ അടിസ്ഥാനം സംഘടിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്ന ആ കൽപ്പന പോലും നഷ്ടപ്പെട്ട നമസ്കാരക്കാരാണ്, നോമ്പുകാരാണ്, അതേപോലെ ദിക്ർ ദുആകളുടെ വക്താക്കളായി മാറുമെന്ന. അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിച്ചു പോകരുത്, അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്, പ്രവർത്തിക്കാതെ പറയുന്നത്. ഈ മിമ്പറിൽ വെച്ച് തന്നെ പലതവണ ഞാൻ പറഞ്ഞതാണ്, ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ആർക്കാണ് അല്ലാഹു ഹിദായത്ത് വർദ്ധിച്ചു കൊടുക്കുക, ഹിദായത്ത് നിരന്തരം അവരുടെ പിന്നാലെ അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നത് ആർക്കാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് നമുക്ക് കാണാൻ സാധിക്കും, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിന് വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തുന്നവർ ആരോ അവരെ നാം സന്മാർഗത്തിലേക്ക് നയിക്കുമെന്നാണ്. നിരന്തരമായി നമ്മുടെ മാർഗത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് നയിക്കുകയുള്ളൂ. ആ അർത്ഥത്തിലുള്ള പരിശ്രമം മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് വെച്ചിരിക്കുന്നത്, ഹിദായത്ത് വെച്ച് ഈ ആയത്തിറങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്തിറങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ എന്ന ഈ ആയത്തിറങ്ങുമ്പോൾ, മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്നവർക്ക് സന്മാർഗം നൽകുക നിനക്ക് സാധ്യമേ അല്ല, മറിച്ച് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം അരുളുക തന്നെ ചെയ്യും. ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം അബൂ താലിബുമായി ബന്ധപ്പെട്ടാണെന്നാണ് പണ്ഡിതന്മാർ ചിലരൊക്കെ പറയുന്നത്. അബൂ താലിബ് ഒരുപാട് സഹകരിച്ചിരുന്നു പ്രവാചകന്റെ കൂടെ. പക്ഷേ ആ സംഘടനയിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് മൂപ്പര് പ്രവർത്തന നിരതനായി മാറിയില്ല. അകത്ത് ബൈഅത്ത് ചെയ്ത് അതിന്റെ ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തില്ല, അദ്ദേഹം പ്രവർത്തന വൃത്തത്തിലേക്ക് കടന്നു വന്നില്ല. ബാക്കി എല്ലാത്തിനും കൂടെയുണ്ട് പല ആളുകളും. അത് ഷഹാദത്തുൽ ഹഖ് ഉച്ചരിച്ചുകൊണ്ട്, ഷഹാദത്തുൽ കലിമ ഉച്ചരിച്ചുകൊണ്ട് അതിന്റെ കർമ്മദിനത്തിലേക്ക്, സംവിധാനത്തിലേക്ക്, അനുസരണത്തിലേക്കും അതേ പ്രവാചകന് പരിപൂർണമായി വിധേയപ്പെടുന്ന സംഘത്തിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായില്ല അക്കാലഘട്ടത്തിൽ. ഇന്ന് നമ്മൾ വരാതിരുന്നാലും സമുദായത്തിൽ പെട്ടു എന്ന് കരുതികൊണ്ട് നമ്മൾ വരാതിരുന്നാലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അങ്ങനെ വരാത്തത് കൊണ്ട്, പക്ഷേ അദ്ദേഹം എന്ന് വന്നു കിട്ടാൻ വേണ്ടി, കാരണം എല്ലാവിധ സംവിധാനങ്ങളും ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാവിധ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും അദ്ദേഹം ഇസ്ലാമിന്, പക്ഷെ സംഘടനയിലേക്ക് പ്രവാചകന് ബൈഅത്ത് ചെയ്തുകൊണ്ട് ആ സംഘടിത സംവിധാനത്തിലേക്ക് പൂർണ്ണമായി അദ്ദേഹം പ്രവേശിച്ചില്ല. അതാണ് അതിന്റെ മർമ്മം. അതിനാണ് ഇസ്ലാമിക വിശ്വാസം എന്ന് പറയാം. റസൂലിന്റെ കാലത്ത് അങ്ങനെ അബൂ താലിബ് മാത്രമല്ല, ആരാണോ വരാതിരുന്നത് അവരൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. പ്രവർത്തനത്തോട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനോട് ചില കാര്യങ്ങളൊക്കെ കേട്ട് ചിലതൊക്കെ അങ്ങനെ അനുഷ്ഠിച്ച് ജന്മനാ കിട്ടിയ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്നവര് അതുമല്ല ഇസ്ലാം. നേരെ മറിച്ച് പരിപൂർണ്ണ നിങ്ങൾ പൂർണ്ണമായി ഇതിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് പറഞ്ഞ ആ സംഘടിത സംവിധാനത്തിലേക്ക്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഹിദായത്തും സ്വർഗവും നാളെ പരലോകത്തുള്ള മോക്ഷവും ഒക്കെ കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ശ്രമം നടത്തി. അവസാനമെങ്കിലും ഈ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഒന്ന് ബൈഅത്ത് ചെയ്യൂ എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുമ്പോ അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മുഹമ്മദേ, നീ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ കൊടുക്കാനുള്ള മുതലല്ല ഹിദായത്ത്, അത് നാമാണ് ആർക്ക് കൊടുക്കണം ആർക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സംഘടിത സംവിധാനത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറയും. വിശുദ്ധ ഖുർആന്റെ നമ്മളുടെ ഈ കയ്യും കണ്ണും ആരുടേതാണെന്ന് വിശ്വാസി മനസ്സിലാക്കണം. ഈ കയ്യും കണ്ണും കാലും ആരോഗ്യവും ശ്വാസമയക്കുന്ന ഹൃദയവും നടക്കാനുള്ളതൊക്കെ വാപ്പക്കും ഭാര്യക്കും മക്കൾക്കും കുട്ടികൾക്കും ഉള്ളതല്ല. അതതിന്റെ ഉടമസ്ഥൻ ആദ്യം കൊടുക്കണം. ആ ഉടമസ്ഥൻ ആദ്യം കൊടുക്കാതെ ആണ് വാപ്പക്കും മക്കൾക്കും കുട്ടികൾക്കും കുടുംബത്തിനും സമ്പാദിച്ചതെങ്കിൽ അവർക്കാണ് നരകം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം കിട്ടും. ദുനിയാവിൽ വാരിക്കൂട്ടിയാൽ ഒരുപാട് കിട്ടും, സമ്പത്തൊക്കെ കിട്ടും, സൗകര്യങ്ങളും കിട്ടും, വിഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും, കുട്ടികളും കുടുംബമൊക്കെ വളരും. പക്ഷെ ഇവന്റെ സക്കറാത്തിന്റെ സമയത്ത് അവൻ സംഘടിത സംവിധാനത്തോട് എന്ത് നിലപാട് സ്വീകരിച്ചു, അതനുസരിച്ചാണ് അവന്റെ
സ്വർഗം ശാശ്വതമായി സ്വർഗം കിടക്കുന്നത്. അതിനുവേണ്ടി അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. അള്ളാഹു മുഅ്മിനുകളാണോ അവരുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിന് വിറ്റവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ബിഅന്ന ലഹുമുൽ ജന്ന, പകരം ഞാൻ അവർക്ക് കൊടുക്കുന്നത് അവർക്ക് സ്വർഗമാണ്. അവർക്ക് നൽകിയ സമ്പത്തും കണ്ണും കാഴ്ചയും കേൾവിയും മക്കളും കുടുംബമൊക്കെ എനിക്കിങ്ങോട്ട് തിരിച്ചു തന്നാൽ പകരം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് അവർക്ക് സ്വർഗമാണ്. ഇങ്ങനെ ഒരു കച്ചവടം ഉറപ്പിച്ചവൻ മാത്രമാണ് മുഅ്മിൻ എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് അവരുടെ സ്ഥിതി, എന്താണ് അവരുടെ അജണ്ട? യുഖാതിലുന ഫീ സബീലില്ലാഹി ഫയഖ്തുലുന വയുഖ്തലൂൻ. അവർ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, കമ്മ്യൂണിസത്തിനോ ജനാധിപത്യത്തിനോ മതേതരത്വത്തിനോ സോഷ്യലിസത്തിനോ അതേപോലെ ഫാസിസത്തിനോ അതേപോലെ ഏകാധിപത്യത്തിനോ സ്വേച്ഛാധിപത്യത്തിനോ രാജാധിപത്യത്തിനോ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ഖിലാഫത്ത്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി അതിവിടെ നിലവിൽ എവിടെയാണോ എത്ര പ്രതികൂലമുണ്ടെങ്കിൽ, ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യമാണ് മൂസ അലൈഹി ഇസ്ലാം നേരിട്ടത്. ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യമാണ് നമ്രൂദിനെ നേരിടുക എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരിട്ടത്. അതിലേറെ പ്രതികൂലമായ സാഹചര്യമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസൽമാനും ഇല്ല, 130 കോടി മുസ്ലിങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ എന്നാ പറഞ്ഞു കേൾക്കുന്നത്. അത്തരം മുസൽമാനിൽ ഒരാളും ഇല്ലായിരുന്നു പ്രവാചകന്റെ കൂടെ. അപ്പോഴാ പ്രവാചകൻ മുഴുവൻ മുശ്രിക്കുകളും നാട്ടിൽ നിന്ന് എറിഞ്ഞു ഓടിക്കപ്പെട്ട അവസ്ഥ വരെ പ്രവാചകൻ ഉണ്ടായിട്ടും അതാണ് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആ അവസ്ഥ അങ്ങനെ ചെയ്യാൻ ഞാൻ ഓരോരുത്തർക്കും നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു വിലക്ക് സ്വർഗം നൽകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? യുഖാതിലുന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സമരം ചെയ്യണം. അത് യുദ്ധം വരെ, കിത്താൽ എന്ന് പറഞ്ഞ യുദ്ധമൊക്കെ അർത്ഥമുണ്ട്, യുദ്ധം വരെ ചെയ്യേണ്ട അവസ്ഥ വന്നാലും. അതുകൊണ്ടാണ് എന്റെ ഞങ്ങളുടെ നാട്ടുകാർ ഈ മദ്യനിരോധം അംഗീകരിക്കുകയില്ല പ്രവാചകര് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ അവരോടെന്താ പറയും? ഇസ്ലാമിക ഭരണകൂടം ഒന്നുള്ള കാലത്തൊന്നും ആയിക്കോളും, അവിടെ ഒന്നും ഇല്ലല്ലോ, നാട്ടിൽ ഏതോ നാട്ടുകാരെ കുറിച്ചായിരുന്നു പറയുന്നത്. നിങ്ങൾ അവരോട് മദ്യത്തിനെതിരെ യുദ്ധം നടത്തണമെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ അവൻ അനുവദിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ്. ഇത്തരം അവസ്ഥയ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹു അവനോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു ഒന്നാമത് പറഞ്ഞിരിക്കുന്ന യുഖാതിലുന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യും. ഫയഖ്തുലുന വയുഖ്തലൂൻ, ആദ്യം വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വധിക്കേണ്ടി വന്നാൽ വധിക്കുകയും വധിക്കപ്പെടേണ്ടി വന്നാൽ വധിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല അദന അലൈഹി ഹഖൻ. ഈ ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, ഖുർആന് മാത്രമല്ല തൗറാത്തിലും ഇൻജീലിലും ഒക്കെ ഇതന്നെ നിബന്ധന. ഇങ്ങനെ ഇതിന് പരിപൂർണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു സ്വർഗ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദൈവരാജ്യം ഭരണം, അതേപോലെ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ മതങ്ങളോടും ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി നിങ്ങൾ സംഘടിച്ച് പണിയെടുക്കണം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ ഔഫാ ബി അഹ്ദിഹി മിനല്ലാഹ്, അല്ലാഹുവിനെക്കാളേറെ കരാർ പാലിക്കുന്നവനായി മറ്റാരുണ്ട്? നിങ്ങൾ ഇതിനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിന്റെ പൂർത്തീകരണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ തലമുറയുടെ കാലഘട്ടത്തിലായിരിക്കാം. ഏതൊരു കാലഘട്ടത്തിലും ഇതിന്റെ പൂർത്തീകരണം അള്ളാഹു പൂർത്തീകരിക്കും. അള്ളാഹു അവരോട് ഏറ്റെടുത്തിരിക്കുന്ന അത് ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായും അള്ളാഹുവിന് സമ്പത്തും ശരീരവും വിറ്റു എന്നിട്ട് ആ മാർഗത്തിൽ കൊല്ലേണ്ടി വരികയോ വധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഈ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾ ഫസ്തബ്ശിറൂ, സന്തോഷിച്ചു കൊള്ളുക. അതിനാൽ ഈ ഇടപാടുകൾ, അങ്ങനെ അള്ളാഹുവിനോടുമായ ഇടപാട് അതിമഹത്തായ വിജയമായ ഇടപാട് നടത്തിയവർ നേടിയിരിക്കുന്നത് എന്നാണ്. അവർ തന്നെയാണ് ഏറ്റവും വലിയ അന്തിമമായ പരിണിതി അവർക്കാണ്. അതിനാൽ ഈ നടത്തിയ ഇടപാടുകളിൽ സന്തോഷിക്കുകയാണ് അതാണ് അവർക്കാണ് ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് വ്യത്യസ്തമായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ 3 പേരെ ഉള്ളൂ എങ്കിലും റസൂൽ പറയാം, 3 പേരെ ഉള്ളൂ ഒരു നാട്ടില്, ആകെ 3 പേരെ ഉള്ളൂ, 130 കോടിയൊന്നുമില്ല. ഇന്ത്യയിൽ ആകെ 3 മുസ്ലിങ്ങളുണ്ടെങ്കിൽ റസൂൽ പറയാം, ലാ യഹില്ലു സലാസത്തിൻ യകുന ഫിലാത്തിൻ മിനൽ അർളി ഇല്ലാ അംറു അലൈഹിം അഹദുഹും. ഒരു വിജന പ്രദേശത്ത് നിങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ എങ്കിലും അവരിൽ ഒരാളെ നേതാവാക്കി ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ അവർക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അവിടെ മാലിക്കുദ്ദീനാനും 12 ആളും കച്ചവടത്തിന് വന്നപ്പോ അവിടെ ആദ്യത്തെ പള്ളിയും പിന്നെ ഒരുപാട് പള്ളിയും ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ കൂടിയ നാട്ടിലെ ഇസ്ലാം ഉണ്ടായത് എന്താണ്? അവർ സംഘടിച്ച് പണിയെടുത്തു. അങ്ങനെ പണിയെടുത്താൽ അത് ഉണ്ടാവുള്ളൂ. ഏത് നാട്ടിലും ഈ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതിന്റെ അർത്ഥത്തിലുള്ള പണിയെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ്. മാത്രമല്ല
ഇത് നിലവാരമില്ലാത്ത ആളുകളായിരിക്കും ഈ സംഘടിത സംവിധാനത്തിൽ. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു നിലവാരമില്ലാത്ത ആളുകളായിരിക്കും ഈ സംഘടിത സംവിധാനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുക. അത് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമേ മനസ്സിലാക്കി, അല്ലെങ്കിൽ അള്ളാഹു റസൂലും ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് പറയുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇസ്മഉ വ അത്തിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കണം. ഉണങ്ങിയ മുന്തിരി പോറ് ചുളിഞ്ഞ തലയുള്ള കറുത്ത നീഗ്രയാണ് നിങ്ങൾക്ക് നേതാവാക്ക് നിശ്ചയിക്കപ്പെട്ടതെങ്കിലും. മുന്തിരി പോയി ചുളിഞ്ഞ, അയാളെ കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. ഒക്കെ കൂടി ചുളിഞ്ഞു കിടക്കുന്ന കറുത്ത നീഗ്രോ ആണ് ഒരു നേതാവായിട്ട് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും അയാള് പറഞ്ഞത് അയാൾ വിളിച്ചിടത്തേക്ക് വന്ന് അങ്ങോട്ട് ചെന്ന് അനുസരണ സമർപ്പിച്ചിരിക്കണം. അല്ലാതെ യാതൊരു രക്ഷയുമില്ല എന്നാണ് റസൂൽ സാഹിസ്മ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം സമൂഹം ഈ അർത്ഥത്തിൽ ഇതിലെങ്ങാനും വായിക്കെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ആരെങ്കിലും നേതൃത്വത്തെ, അമീറിനെ, ഇമാറത്ത്, ഇസ്ലാമിന്റെയും അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന നേതൃത്വത്തെ അനുസരിച്ചാൽ അവൻ എന്നെയാണ് അനുസരിച്ചത്. അത് നമ്മളെടുത്ത് അനുസരിക്കണമെങ്കിൽ അങ്ങോട്ട് ചെല്ലണമല്ലോ. കറുത്ത കാപ്പിരിയാവും നിലവാരമില്ലാത്ത ആളാണ്, അങ്ങോട്ട് ചെല്ലണം. അയാൾ വന്നിട്ട് ഇങ്ങോട്ട് വിളിക്കൂല, ഇങ്ങോട്ട് വരൂല്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്, എവിടേക്കാണെങ്കിലും വിളിച്ചോളൂ എന്ന് നമുക്ക് ഇസ്ലാമികമായ മാർഗത്തിൽ എത്തിക്കുന്ന ആളടുത്ത് ഏതെങ്കിലും സംഘടന, എവിടേക്കെങ്കിലും എത്തിക്കുന്ന സംഘടനയിൽ പോയിട്ടല്ല ഇമാറത്ത് സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ ഖുർആനും ഹദീസും വെച്ച് നോക്കിയാൽ ഇത് അവിടേക്ക് എത്തും. ഇതിൽ മികച്ചു നിൽക്കുന്ന ഈ സംഘമാണ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് അനുസരിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ്? അള്ളാഹുവിനെ അനുസരിച്ചു. ഒരാൾ അതിന് തയ്യാറില്ലെങ്കിലോ അതും പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോ അതിനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ഇമാറത്തും എല്ലാത്തിലും ഇടപെടുന്ന ഒരു നേതാവും ഇസ്ലാം അങ്ങനെയാണെന്ന് കരുതി എനിക്കിപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് മുഖം തിരിച്ചാൽ ഒരു നേതൃത്വമൊന്നും വേണ്ട, അങ്ങനെ സംഘടനയും വേണ്ട, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ തന്നെ പോയിട്ട് കിട്ടുന്ന ഒരു സ്വർഗം മതി എന്നാരെങ്കിലും വെച്ച് ഈ അനുസരണവും നേതൃത്വത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്നുവെങ്കിൽ അയാള് ഇതൊക്കെ എവിടെയോ വെച്ച് സംഘടനത്തിന്റെ അകത്ത് കൊണ്ടുപോയി കുറച്ച് ആളുകൾ കിട്ടുമ്പോ അവസാനം പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ധരിച്ചു വെച്ച ആളുകളുണ്ട് ഇവിടെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇതാണ് ആദ്യം പറയേണ്ട വർത്തമാനം. ഇതല്ലാതെ ഇസ്ലാമില്ല. ഇസ്ലാമില്ലാതെ ജമാ, സംഘടിതമായിട്ടല്ലാതെ ഇസ്ലാമില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. പിന്നെ നമ്മൾ നമസ്കരിച്ചോളണമെന്നില്ല അള്ളാഹുവിന്. ഇസ്ലാമിൽ ഷഹാദത്തുൽ ഹക്കിന് പങ്കാളിത്തം സാധ്യമല്ല എങ്കിൽ, നമ്മൾ അങ്ങനെ ബിസിനസ് ചെയ്ത് കുടുംബം പോറ്റി അങ്ങനെ വളർത്തുന്നുവെങ്കിൽ, അങ്ങനെയാണ് വളർത്തിയതെങ്കിൽ, നമ്മളും ജൂതനും തമ്മിൽ വ്യത്യാസമില്ലാതെ വന്നാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ ഫാസിസ്റ്റുകളും തമ്മിൽ വ്യത്യാസമില്ലാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നിങ്ങൾ 3 പേരാണെങ്കിലും, എത്ര വിപരീത ദിശയിലാണ് കാര്യങ്ങളെങ്കിലും, പ്രതികൂലമാണ് സാഹചര്യങ്ങളെങ്കിലും, ഈ അർത്ഥത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ആ അർത്ഥത്തിൽ സംഘടനകളൊക്കെ എങ്ങനെയാണോ വളർത്തുന്നത് ആ രീതിയിൽ സംഘടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കണമെന്ന ആശയം മനസ്സാവാച കർമ്മന അംഗീകരിച്ച് അതിനോട് ഏറ്റവും അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പ്രായോഗികമായി നിലപാട് സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.